എന്നെ വീണ്ട രക്ഷകന്റെ സ്നേഹമാർക്കുരയ്ക്കാം. രക്തം ഈശൻ ചൊരിഞ്ഞെൻ്റെ കടം വീട്ടിയെല്ലാം. പാടുമേ ജയഗീതം ആയുസിൻ നാളെന്നും യേശുവിൻ മഹാസ്നേഹം എന്നുടെ നിത്യാനന്ദം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രി കാലം മുഴുവനും കാത്തല്ല, സൂക്ഷിച്ചല്ല, പരിപാലിച്ചല്ല, നന്നായി ഉറങ്ങിയുണരുവാനും കർത്താവിൻ്റെ പാദപിടം ചാർന്നു വരുവാനും കർത്താവ് സഹായിച്ചു തോർത്ത് നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. അപ്പാ സ്തോത്രം. അപ്പാ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കല ദാനമാറ്റുന്ന സഹായിക്കേണ്ടതിനായി അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വരാമായിരിക്കുന്ന സകലവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതവണ്ണം ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം തന്ന് പോഷിപ്പിച്ച് ഇന്ന് വരെ നടത്തിയ എൻ്റെ ദൈവം ഇന്ന് പകൽക്കാലവും ഞങ്ങളെ നടത്തുവാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെയും ഒന്നുകൂടെ അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുകയാണ്. ചോദിപ്പീൻ, എന്നാൽ ഞങ്ങൾക്ക് നൽകിത്തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിൻ്റെ പാദപീഠത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം സ്തോത്രത്തോടെ അറിയിപ്പാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലപ്പാ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളുമായി ഞങ്ങളുടെ പാദപീഠം ചാർന്ന് കടന്നു വരികയാണ്. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന കർത്താവെ, അറിയുന്ന കർത്താവെ, ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ഓടുത്ത് കരുണ ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ പഠനം, അവരുടെ ജോലി, കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഇന്നുവരെ അത്ഭുതവും ജയമായൊക്കെ നടത്തിയ എൻ്റെ ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, വീണ്ടും ഹാലിൽ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ, സൗഖ്യത്തോടും സമാധാനത്തോടും കാത്തുകൊള്ളണമേ കർത്താവേ. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ ഭാവിയെ കരുതണമേ കർത്താവേ. കുഞ്ഞുങ്ങളുടെ പഠനത്തെ മാനിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. പരീക്ഷാ കാലഘട്ടമാപ്പാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ബുദ്ധിയും ആലോചനയും അവിടുന്ന് കൊടുക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കൾ കർത്താവെ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, BSc നഴ്സിംഗിന്, എഞ്ചിനീയറിംഗ്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OIT, IELTS, പ്രൊമറ്റ് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ എല്ലാവരെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുന്നപ്പാ. തുടർന്ന് വല്ല കാര്യങ്ങളെയും കർത്താപ്പച്ചൻ ക്രമീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, മനസ്സലിയണം, കരുണ കാണിക്കുമാറാകണം നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ സ്വർഗത്തിലെ ദൈവമായ കർത്താവെ, അത്ഭുതങ്ങളെ ചെയ്യണമേ, അതിശയങ്ങളെ പ്രവർത്തിക്കണമേ. തിരുക്കരമൊന്ന് പ്രവർത്തിച്ചാട്ടപ്പാ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അത്ഭുതത്തിൻ്റെ കരം നീട്ടണം, അവരെ ശ്രേഷ്ഠരാക്കണം. സകല പ്രാർത്ഥനയ്ക്കും സ്വർഗം മറുപടി അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഈ സമയം ചില നീറുന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്ന വിഷയങ്ങളൊക്കെ സമർപ്പിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങണമേ, അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവെ. അടിയങ്ങൾക്ക് കടന്നു ചെന്ന് സഹായിക്കാൻ കഴിയാത്ത സ്ഥാനത്ത് എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഇറങ്ങും. എൻ്റെ സ്വർഗത്തിലെ ദൈവം സകലതും നിയന്ത്രിച്ച് നടത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവെ. ജോലിയിലൊക്കെ ചില പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാത്ത മക്കളുണ്ട് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ഇക്കാമ ലഭിക്കേണ്ട മക്കളുണ്ട് കർത്താവെ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹാലിലെ ഭാരപ്പെടുവാൻ സമ്മതിക്കരുതേ, നിരാശപ്പെടുവാൻ അനുവദിക്കരുതേ, വിശ്വാസം നഷ്ടപ്പെടുവാൻ അനുവദിക്കല്ലേ കർത്താവെ. നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ. ഹൃദയങ്ങളെയും അന്തരംഗങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമേ, വ്യസനത്തിലുള്ള സകല മാർഗവും എടുത്തുമാറ്റി ശാശ്വതമായ മാർഗത്തിൽ കൂടി തൻ്റെ മക്കളെ നടത്തുമാറാകണം നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയമാ. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക കർത്താവേ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മറുപടി ഇറക്കുമാറാ
അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാസം തീരുന്നതിന് മുൻപായിട്ട് കർത്താവെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമായി സ്വർഗം ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഓരോ മക്കളെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, പുതുവയസ്സിലേക്ക് പ്രവേശിച്ച ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ കൊടുത്ത് സമാധാനത്തോടെ കർത്താവ് സൂക്ഷിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരികയാണ് കർത്താവ്. അപ്പം ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണേ അപ്പാ. ആരുടെയും മുൻപിൽ തലകുനിച്ച് നിൽപ്പാൻ അനുവദിക്കാതെണ്ണം, ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കാതെണ്ണം ഓരോ മക്കൾക്കും വേണ്ടുന്ന അനുഗ്രഹങ്ങളെ ദിനംതോറും കൊടുത്ത് പോഷിപ്പിച്ച് നടത്തണം. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളെയൊക്കെ അനുഗ്രഹിക്കണേ അപ്പാ. സന്തോഷത്തോടെ കടന്നുപോയി സമാധാനത്തോടെ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ മടങ്ങി വന്ന് സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി എൻ്റെ കർത്താവെ ജീവിപ്പാൻ ഓരോ മക്കളെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, യാത്ര ചെയ്യുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം മുതൽ സ്വർഗീയ സാന്നിധ്യം അനുഭവിച്ച് യാത്ര ചെയ്യാൻ ഇടയാക്കുമാറാകണം. നിശ്ചിത സ്ഥാനത്ത് തൻ്റെ മക്കളെ കൊണ്ടുവന്നെത്തിക്കുമാറാകണം. എല്ലാ നന്മയിലും അനുഗ്രഹത്തിലും സമാധാനത്തിലും സൗഖ്യത്തിലും ഓരോ മക്കളെയും സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, ആകാശത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ എല്ലാ മക്കളെയും ഉള്ളം കരത്തിൽ വഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. എൻ്റെ ദൈവത്തിൻ്റെ ഹാലലി എല്ലാ അനുഗ്രഹങ്ങളും ഓരോ മക്കളുടെ മേലും ഇറങ്ങണമേ. അപ്പോൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലപ്പാ. തൻ്റെ മക്കളുടെ ഉപജീവനമാർഗ്ഗത്തിന് മേൽ ശത്രു ദൃഷ്ടി വെപ്പാൻ സമ്മതിക്കാതോണം സ്വർഗത്തിലെ അപ്പ ശത്രു അടച്ച് തൻ്റെ സ്വർഗത്തിലെ അപ്പൻ തുറന്നു കൊടുക്കുന്ന ദൈവമാകിയാൽ ഹാഗാറിന് വേണ്ടി മരുഭൂമിയിൽ നീരത തുറന്നു കൊടുത്ത കർത്താവേ, ഹാലിൽ ജോലിയില്ലാത്ത തൻ്റെ പൈതങ്ങൾക്കൊക്കെ എവിടെയെങ്കിലും ജോലിസ്ഥാനത്ത് കർത്താവേ ഓരോ സാഹചര്യം ഒരുക്കി മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയപ്പാ. നീ വഴി തുറക്കുന്ന ദൈവമാണല്ലോ. ശത്രു അടച്ചത് സ്വർഗം തുറക്കുമാറാകണം. താമസിപ്പിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അനുഗ്രഹിച്ച് ഏൽപ്പിക്കുകയാ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാ. എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ടുള്ളവരാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവേ. ആ പൊന്നുമുഖത്തേക്കാണ് നോക്കുന്നത്. പ്രവർത്തിപ്പാൻ കഴിവുള്ളവനും അധികാരമുള്ളവനും അവിടുന്നാകയാൽ അപ്പൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു തരിക. ഉപജീവനം ആഗ്രഹിക്കുന്ന ഓരോ മക്കളുടെ മേലും കർത്താവിൻ്റെ കരുണ ഇറങ്ങിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മുടക്കങ്ങൾ മാറണം. നന്മയ്ക്കായി അനുഗ്രഹത്തിനായി ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പോകുവാനും വരുവാനുമുള്ള സൗകര്യ സ്ഥാനത്ത് സ്വർഗം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവ്. ദൈവമായ കർത്താവെ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട്. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാത്ത മാതാപിതാക്കൾ സഹോദരിമാരൊക്കെ ഉണ്ട് കർത്താവെ. അവർക്ക് ജീവിതത്തിൽ ഒരു സമാധാനം നൽകണം. മദ്യപാനികൾക്ക് ഒരു മാനസാന്തരം നൽകണം. പൂർണ്ണമായും അവരെ വിടുവിച്ച് തന്നേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തോത്രം. അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നപ്പാ. വേർപാടിന് ദുഃഖമനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്ന കർത്താവേ. സകലതും നഷ്ടപ്പെട്ട് വഴിത്തിരക്കൽ അയ്യം വിളിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ പക്കലെല്ലാം ഉണ്ടല്ലോ. ധനവും മാനവും പുരാതന സമ്പത്തും അവിടുത്തെ പക്കല. അങ്ങ് ആശ്വാസപ്രദനാകിയാൽ സ്തോത്രം. സൗഖ്യദായകനാകിയാൽ സ്തോത്രം. ഞങ്ങൾക്ക് മാതാവും പിതാവുമാകിയാൽ സ്തോത്രം. ഓരോരുത്തരുടെ മേലും അവരുടെ അവസ്ഥകളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവം അവിടുന്നാകിയാൽ അപ്പൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഭവനമില്ലാത്ത മക്കളെ അനുഗ്രഹിക്കണേ. അവർക്ക് ഭവനം നൽകി മാനിക്കണമേ അപ്പ. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചത് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരട്ടപ്പാ. ഞങ്ങളുടെ രോഗികൾക്ക് അവിടുത്തെ സൗഖ്യം വേണമപ്പാ. അവിടുത്തെ സമാധാനം വേണം കർത്താവേ. എല്ലാ രോഗികളോടും കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ കർത്താവേ, ആ സൗഖ്യത്തിൻ്റെ കാര്യം ഓരോ രോഗികളുടെ മേലും നീട്ടുമാറാകണം. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ നീട്ടുമാറാകണം. പ്രത്യേകിച്ച് ഹാലലി ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ കർത്താവേ. എൻ്റെ യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരെ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരെ, കാഴ്ചയും കേൾവിയുമില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ കർത്താവേ. ഹാലലുയ്യ. ശരീരമാസകല മതിവേദനകളാലും നീർക്കെട്ടുകളാലൊക്കെ ഭാരപ്പെടുന്നവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, തലമുടി കൊഴിയുന്നവർ, ഉറക്കമില്ലാത്തവർ, ചെവിക്ക് കേൾവിയില്ലാത്തവർ, ഓ കർത്താവേ, പല്ലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുകയാണ്. ആസ്മ രോഗികൾ, അലർജിയുള്ളവർ, തൈറോയിഡുള്ളവർ, തൊക്കു സംബന്ധമായ രോഗമുള്ളവർ, എൻ്റെ ദൈവമായ കർത്താവ് എല്ലാവരെയും തിരുമുൻപാകെ കൊണ്ടുതരിക അപ്പാ. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനും നല്ല മരുന്നുമാകിയാൽ അപ്പാ. കാൽവറി ക്രൂശിൽ ഒരു തുള്ളിയിലെത്താൻ മതി കർത്താവേ. അവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കുമല്ലപ്പാ. സമാധാനത്തിൽ സൗഖ്യത്തിൽ എല്ലാവരെയും സൂക്ഷിക്കുമാറാകണം. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറച്ച് നടത്തണം. അടിയൻ മറന്നാലും മറക്കാത്ത പ്രാർത്ഥനാ വിഷയം സ്വർഗത്തിലെ അപ്പൻ
അറിഞ്ഞ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങൾ, ദൂരസ്ഥരും ജാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. വിശേഷ വേളകളെയും വേലക്കാരെയും ഓർക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഭരണകൂടങ്ങളെ സമർപ്പിക്കുന്നു. ഭരണകർത്താക്കളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന് മേൽ സമാധാനമയക്കണം, സൗഖ്യമയക്കണം. എല്ലാ നന്മകളാലും ഞങ്ങളെ നടത്തണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.